ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ഇപ്പോൾ തലാലിൻ്റെ സഹോദരൻ പറഞ്ഞിരിക്കുന്ന കാന്തപുരത്തിൻ്റെ വക്കാലത്തൊന്നും വേണ്ട എന്ന രീതിയിലാണ്. നീതി വേണം, ഞങ്ങളുടെ കുടുംബത്തിന് നീതി വേണമെന്നാണ് പറയുന്നത്. നിമിഷപ്രിയയുടെ കുടുംബവും ഇത്തരത്തിൽ നിമിഷപ്രിയ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. രാജ്യം മുഴുവൻ നിമിഷപ്രിയയെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ശ്രമവും നടക്കുന്നു ഒരു സൈഡിലൂടെ. എന്തായിരിക്കും ഇതിലിനി സംഭവിക്കുക? കാന്തപുരം ഇടപെട്ടപ്പോൾ ലോകാരാധ്യനായ മതപണ്ഡിതൻ അല്ലെ മുസ്ലിം പണ്ഡിതൻ എന്നാണ് പറയപ്പെട്ടിരുന്നത്. അതിൻ്റെ പേരിൽ അദ്ദേഹം അവിടെ പോയില്ല, അദ്ദേഹത്തിൻ്റെ ദൂതരവിടെ പോയി അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മുസ്ലിം സമൂഹം ഒന്നടങ്കം കൈയടിച്ചു. അവരൊക്കെ ആരാധനയോടെ വീണ്ടും അദ്ദേഹത്തെ നോക്കി. അത് മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല, കേരളക്കര മൊത്തം അദ്ദേഹത്തെ അഭിനന്ദിച്ചു, അദ്ദേഹത്തിൻ്റെ സന്മനസ്സിനെ പ്രകീർത്തിച്ചു. ആ ഒരു ഇടപെടലിൽ ആ ഒരു സമയത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ. അത് മാത്രമല്ല, എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനൊരു കാരണമുണ്ട്. എന്താണ് അങ്ങിങ്ങനെ ഇടപെടാൻ കാരണം? ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളെയാണല്ലോ കൊന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞാനൊരു മനുഷ്യനായതുകൊണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ആകർഷിച്ച ഒരു വാചകമാണ് അദ്ദേഹത്തിന് മറുപടിയാണ്. അതെ. പക്ഷേ ഇപ്പോൾ തലാലിന് എന്ത് കാന്തപുരം, തലാലിൻ്റെ കുടുംബത്തിന് എന്ത് കാന്തപുരം, എന്ത് മതപണ്ഡിതൻ? അവരുടെ ഉള്ളിൽ സഹോദരനെ കൊന്ന വ്യക്തിയോടുള്ള പകയും വിദ്വേഷവും മാത്രമാണ് നീ. തലാൽ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് അവരുടെ വിഷയമല്ല. സ്വന്തം സഹോദരനാണ്, അല്ലെങ്കിൽ സ്വന്തം മക്കൾ തെറ്റ് ചെയ്താലും മറ്റൊരാൾ അവരെ ആക്രമിച്ചാൽ ഇവർക്ക് സഹിക്കാൻ കഴിയില്ല. കൊലപ്പെടുത്തിയാൽ അതിനെതിരെ പ്രതികാരം ചെയ്യണം. നമ്മൾ സിനിമയിലായാലും ഇവിടെ നിത്യജീവിതത്തിൽ, ഇപ്പോൾ കേരളത്തിൽ തന്നെ നിത്യജീവിതത്തിൽ പല കൊലപാതകങ്ങളും എന്താണ്? പ്രതികാരത്തിന് വേണ്ടി കൊല ചെയ്യുന്നതാണ്. നമ്മൾ മലപ്പുറം ജില്ലയിൽ കണ്ടില്ലേ, മകളെ റേപ്പ് ചെയ്ത ഒരുത്തിനെ കൊന്ന ഒരു അച്ഛൻ്റെ സംഭവം അറിയില്ല. അദ്ദേഹം ഈ അടുത്ത കാലത്ത് മരിച്ചു. അപ്പോൾ ഉള്ളിൽ നമ്മൾ സ്നേഹിക്കുന്നവർ കൊല്ലപ്പെടുന്നു, മറ്റൊരാൾ കൊലപ്പെടുത്തുന്നു എന്ന് വരുമ്പോൾ ആ മറ്റൊരാളോട് തോന്നുന്ന സ്വാഭാവികമായ വിരോധമാണ് തലാലിൻ്റെ കുടുംബത്തിനുണ്ടായിരുന്നത്, തലാലിൻ്റെ സഹോദരൻ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഇടപെടലുകൾ പലതും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സാമുവൽ ജെറോം എന്ന് പറയുന്ന ഒരാൾ ഇതിൻ്റെ മീഡിയേറ്ററായിട്ട് വന്നതാണ്. അയാൾ ഇന്ന് എയറിലാണ്. അതെ, കാരണം ഏകദേശം ഒരു വർഷത്തോളമായിട്ട് അവിടെ നിന്ന് നിൽക്കുകയാണ്. പക്ഷേ അദ്ദേഹം കള്ളനാണ് എന്ന് പറഞ്ഞപ്പോൾ മീഡിയ ഒക്കെ ഒരുപാട് പറയുന്നു. അതെ അതെ, അതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ല. കാരണം ഇവിടുന്ന് ആദ്യത്തെ 30-40 ലക്ഷം രൂപ അയച്ചു കൊടുത്തത് എംബസി വഴിയാണ്. എംബസിയിൽ നിന്നാണ് അദ്ദേഹം കളക്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അത് മറ്റൊരാൾക്ക് കൊടുത്തു, അത് അവർ ഈ കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളൊരു സംശയം നിൽക്കുകയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ സാമുവൽ ജെറോം ചീത്ത വിളി കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് വളരെ മോശമായി അയാളെ, ഇത്രയും കാലം അയാളെ ആരാധ്യൻ എന്ന് പറഞ്ഞിരുന്നതാണ്. അതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ. സത്യം അറിയാതെ അങ്ങ് പറയും. എന്തായാലും 8 കോടി രൂപ കൊടുത്താൽ, അതായത് 8 കോടി രൂപ കൊടുത്താൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും എന്ന് പറഞ്ഞത് ആരാണ്? അതാണ് പ്രധാന ചോദ്യം. അതായത് അവർ സമ്മതിച്ചിട്ടില്ല. കുടുംബം ഈ പറയുന്ന പോലെ ദയാധനം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് മോചനം കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ മാത്രമേ അവിടുത്തെ നിയമം അത് അനുശാസിക്കുന്നുള്ളൂ. ആ കുടുംബത്തിൽപ്പെട്ട ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പല തവണ ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയും തലാലിൻ്റെ സഹോദരൻ പറയുന്നു. പിന്നെ ആരാണ് ഈ ഒരു വിഷയം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്? അവിടെ അതൊരു ചോദ്യചിഹ്നമാണ്. രണ്ടാമത്തെ കാര്യം, കാന്തപുരം അവിടെ ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരു സൂഫി സിംഗറെയാണ്. അദ്ദേഹം അവിടുത്തെ വളരെ വേണ്ടപ്പെട്ട, ആ കമ്മ്യൂണിറ്റിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. പക്ഷേ തലാലിൻ്റെ കുടുംബം എന്ന് പറയുന്നത് മറ്റൊരു ഗോത്രവർഗ വിഭാഗമാണ്. തീർച്ചയായിട്ടും അവർക്ക് പണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവിടേക്ക് ഒരാൾക്ക് അങ്ങനെ ഒരു ദൂതുമായി കയറി ചെല്ലാൻ പോലും പറ്റില്ല. അവരുടെ ആ ലീഡർ, തലവൻ വേണം തീരുമാനിക്കാൻ. അവിടെ ഒരാളെ കാണണോ, ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളുമായി ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അവിടുത്തെ ആ ഗോത്ര തലവനാണ്. ഇങ്ങനെ ഉണ്ടായിരിക്കെ ദുരൂഹത തുടരുന്നത്, ഈ 8.5 കോടി രൂപ കൊടുത്താൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്ന് പറഞ്ഞത് ഈ സാമുവൽ ജെറോമാണോ, അതോ അവരുമായി ബന്ധപ്പെട്ടവരാണോ? ആ ദുരൂഹത ബാക്കി നിൽക്കുന്നു. ഇവിടെ കാന്തപുരം ഇപ്പോഴും ഞാൻ പറയുന്നത് നിരപരാധിയാണ്. അദ്ദേഹം ഇടപെട്ടാൽ ഇതിനൊരു മോചനം ഉണ്ടാകും. അദ്ദേഹം പക്ഷേ ഈ തലാലിൻ്റെ സഹോദരനുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. ദൂതർ മുഖേനയാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ തലാലിൻ്റെ സഹോദരന് അല്ലെ കുടുംബത്തിനൊരു മനംമാറ്റം ഉണ്ടാകും. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ മതപണ്ഡിതനാണ്, മാത്രവുമല്ല മനുഷ്യസ്നേഹിയാണ്. ആ ഒരു കാരണം അല്ലെങ്കിൽ ആ ഉപദേശത്തിലൂടെ ചിലപ്പോൾ അവരുടെ മനം മാറാം. പക്ഷേ
ഇതുവരെ അതിന് സാധ്യമായിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അതിന് തലാലിൻ്റെ സഹോദരൻ അതിന് പിടികൊടുക്കുന്നുമില്ല. എങ്ങാനും മനംമാറ്റം സംഭവിച്ചാലോ എന്ന് അയാളും ഭയപ്പെടുന്നുണ്ടാവും. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അതെ. പിന്നെ നിമിഷപ്രിയ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കേരള സമൂഹം ഒന്നടങ്കം പറയുന്നു. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയൂ? നമുക്ക് ഒരു ഇരട്ടത്താപ്പുണ്ട് മലയാളികൾ. ഇവിടെ കൂടത്തായി ജോളിക്ക് വധശിക്ഷ കൊടുക്കണം, കഷായം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ മാക്സിമം ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്ന സ്ഥലത്ത് മലയാളിയായി പോയി അയാൾ മറ്റൊരു ദേശത്താണ് കുറ്റം ചെയ്തതിൻ്റെ പേരിൽ അവരെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ഇരട്ടത്താപ്പ് നമുക്ക് നീതീകരിക്കാവുന്നതല്ല. അവരുടെ കാഴ്ചപ്പാടിൽ, അവരുടെ നിയമത്തിന് മുമ്പിൽ ഗ്രീഷ്മ തെറ്റുകാരിയാണ്. ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരാളെ കൊല്ലുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകും. ഒരു പ്രത്യേക നിമിഷത്തിൽ ഞാൻ കൊല ചെയ്തു പോയി, അത് സമ്മതിച്ചാൽ പോലും നമുക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടാം. എന്നാൽ ആ കൊലപാതകം മറച്ചു വെക്കാൻ വേണ്ടി ഞാൻ കൊന്നയാളുടെ ഡെഡ് ബോഡി മുറിച്ച് അവിടെ വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുക, ആ ഒരു സാഹചര്യത്തിൽ ചെയ്താണെങ്കിലും ഒന്നാലോചിക്കൂ. അല്ല, അതിൽ വേറൊരു പ്രശ്നം അതിൽ പ്രധാനമായിട്ടുണ്ട്. ഇവിടെ ചെയ്തത് ഇപ്പം കൂടത്തായിയുടെ കേസിലും മറ്റ് കേസിലുമൊക്കെ കൃത്യമായ ഡിജിറ്റൽ തെളിവുകളടക്കം അതോടൊപ്പം തന്നെ പ്രതി സമ്മതിക്കുകയും ചെയ്തു. ഇവിടുത്തെ ഈ യമൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറയുന്നത് അതൊക്കെയാണ് അവരുടെ തെളിവായി വരുന്നത്. ഈ നിയമ സംവിധാനങ്ങളിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരാൾ പറഞ്ഞു എന്ന് കരുതിയാലും അങ്ങനെയൊക്കെ ചെയ്യാം. അതുമാത്രമല്ല, ഈ തലാൽ എന്ന് പറയുന്ന ആളിന് ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു. നിമിഷപ്രിയ സമ്മതിച്ചത് ഇത്ര മാത്രമാണ്, ഇത് മയക്കുന്ന മരുന്ന് കൊടുത്തു എന്നുള്ളത് സമ്മതിച്ചു. പക്ഷേ മൃതദേഹം ഇത്രയധികം കഷ്ണങ്ങളാക്കി സൂട്ട് കേസിൽ കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിലൊക്കെ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവിടുത്തത് ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും പറയുന്ന സാക്ഷിമൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ ശിക്ഷ വിധിക്കുന്നതും ഒക്കെ ഉള്ളത്. പക്ഷേ ഇവിടുത്തെ ഈ പറഞ്ഞ കേസുകൾ സാർ പറഞ്ഞത് കറക്റ്റാണ്. അവർ കൂടത്തായി കേസിലൊക്കെ ഇവർ കുറ്റം സമ്മതിക്കുകയും അതിൻ്റെ തെളിവുകൾ സഹിതം കിട്ടുകയും ചെയ്തു. അതാണ് ഇതിലൊരു വ്യത്യാസം. അല്ല, അവിടെ മറ്റൊരു കാര്യമുണ്ട്. നിമിഷപ്രിയ മനോരമ ചാനലിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു 4 വർഷം മുമ്പ്. അതിൽ കൃത്യമായി ഇവർ പറയുന്നുണ്ട്, ഇവർ വെട്ടിനുറുക്കിയില്ല, ഇവരുടെ കൂട്ടുകാരിയാണ്, അതേ ഫ്ലാറ്റിൽ താമസിച്ചിരുന്ന കൂട്ടുകാരിയാണ് വെട്ടിനുറുക്കിയെന്ന് ഇവർ സമ്മതിച്ചിട്ടുണ്ട്. അത് ഇവരുടെ സമ്മതത്തോടെ മനസ്സിലായി. ഇവരുടെ അമ്മ പറയുന്നത് നിമിഷപ്രിയയായിട്ട് ഞാൻ സംസാരിച്ചു, അവൾ അങ്ങനെ ചെയ്തിട്ടില്ല, മയക്കുന്ന മരുന്ന് കൊടുത്തു, അത് സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നാണ് അമ്മ പറഞ്ഞത്. ഒരമ്മ മകളുടെ സൈഡിലേ നിൽക്കുള്ളൂ, മകളുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി നിൽക്കില്ലേ? ആ അമ്മയെ കുറ്റം പറയാൻ കഴിയില്ല. ഇപ്പൊ എൻ്റെ മകൻ ഒരു തെറ്റ് ചെയ്താലും ഞാൻ ന്യായീകരിക്കാൻ ശ്രമിക്കുകയില്ലേ? തീർച്ചയായിട്ടും അതേ സംഭവിച്ചിട്ടുള്ളൂ. ഇവിടെ പെട്ടെന്ന് തന്നെ കൂടെ പ്രവർത്തിക്കുന്ന കൂട്ടുകാരിയോ വിളിച്ചു. അവൾ യമൻ സ്വദേശിനിയാണ്. അവൾ വന്നിട്ടാണ് ഇത് പീസായി മുറിക്കുന്നത്. കാരണം ഇവർ രണ്ടുപേരും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇവർക്ക് ഒരു ബോഡി എങ്ങനെ മറവ് ചെയ്യാൻ, ഇതിൽ അതിനേക്കാൾ വലിയ തെറ്റെന്ന് അറിയൂ, ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലെ എല്ലാവരും കുടിക്കുന്ന കുടിവെള്ളത്തിലാണ് കൊണ്ട് ഈ ബോഡി നിക്ഷേപിച്ചത്. അതിവരല്ലെന്ന് പറയുന്നില്ല. അതെ അതെ. നേരത്തെ ഒരു കഥയുണ്ടായിരുന്നു. തലാലിന് ഒരുപാട് ശത്രുക്കളുണ്ട്, അവരാരോ വന്ന് കൊലപ്പെടുത്തി, ഇവര് സഡേഷൻ കുത്തിവെച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞൊരു കഥയുണ്ടായിരുന്നു. അതല്ല, ഇവർ തന്നെ പറയുന്നു, കൂട്ടുകാരിയെ വിളിച്ചു, ഞാൻ ഭയങ്കര പാനിക്കായി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, മരിച്ചു എന്ന് പൾസ് നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പോൾ പിന്നെ ആ ബോഡി മറവ് ചെയ്യാൻ ശ്രമിച്ചു. ഇതൊരു തെറ്റാണ്. പിന്നെ പറഞ്ഞില്ലേ, നമ്മുടെ ഇവിടുത്തെ പോലെയുള്ള നിയമസംഹിത എല്ലാവരുടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് കുറ്റകൃത്യങ്ങൾ വളരെ കുറയുന്നത്. തലവെട്ടുക, കൈവെട്ടുക എന്ന് പറയുന്നത് പ്രാകൃത ശിക്ഷാരീതിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ നിയമം അത്രയും കർക്കശമായതുകൊണ്ട് ഈ കുറ്റകൃത്യങ്ങൾ കുറയുന്നുണ്ട്. അപ്പോൾ ഇത് നിമിഷപ്രിയയ്ക്ക് അത്രയും കാലം ജീവിച്ചപ്പോൾ അവിടെ അറിയാം അവിടുത്തെ നിയമം ഇങ്ങനെയൊക്കെയാണെന്ന്. എന്നിട്ട് ഈ കൊല ചെയ്യാതെ ഇയാൾ എന്നെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ പോലും ഇവർക്ക് അവിടുന്ന് തിരിച്ചു പോരാമായിരുന്നു എന്നുള്ളതാണ്. ആ പൗരന് വേണ്ടി അവിടുത്തെ നിയമം ചിലപ്പോൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തേക്കാം. പക്ഷേ അത് ചെയ്തില്ല. മാത്രവുമല്ല, പിന്നെയും ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നു. ഇവർ വിവാഹ രജിസ്റ്റർ ചെയ്തതിൻ്റെ ചില തെളിവുകളുണ്ട്. അത് ചിലപ്പോൾ ഇവർക്ക് അവിടെ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഇയാളുമായിട്ട് ചേർന്നതായിരിക്കാം. ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് ദുരൂഹതകളുണ്ട്. അതുകൊണ്ട് അവരുടെ ജീവൻ വലുതാണ്. ആ ജീവൻ രക്ഷപ്പെടട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.